അടുത്ത നമുക്ക് ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് വേർഡ്സ് താഴെ തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദം ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. ഇവിടെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രൂട്ട്സ് ആക്കിയിട്ടും വെജിറ്റബിൾസ് ആക്കിയിട്ടും തരംതിരിക്കണം. ടേബിളിൽ വേറെ വേറെ മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വായിച്ചു നോക്കാം. പോമോഗ്രാനൈറ്റ്, ബ്രോക്കോളി, ആപ്പിൾ, ഗ്രേപ്സ്, ക്യാരറ്റ്, പൊട്ടറ്റോ, കുക്കുംബർ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്കിതിനെ ടേബിളിലേക്ക് ഫില്ല് ചെയ്യാം. ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. പോമോഗ്രാനൈറ്റ്, അനാറിനാണ് പോമോഗ്രാനൈറ്റ് എന്ന് പറയാം. അനാർ അല്ലെങ്കിൽ മാതള നാരങ്ങ എന്നൊക്കെ പറയാം. ഗ്രേപ്സ്, അവോക്കാഡോ, വാട്ടർമെലൺ, പ്ലം, പിയർ. ചെറി, ഓറഞ്ച്, പൈനാപ്പിൾ, സ്ട്രോബെറി, കിവി, പപ്പായ. ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. ഇനി നമുക്ക് വെജിറ്റബിൾസ് നോക്കാം. ക്യാരറ്റ്, ബ്രോക്കോളി, പൊട്ടറ്റോ, കുക്കുംബർ, ബീൻസ്, പീസ്, റാഡിഷ്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ, ബീട്രൂട്ട്. ബീൻസ് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ക്യാബേജ്, കോളിഫ്ലവർ. നിങ്ങൾ ഒരു 10 ഫ്രൂട്ട്സിൻ്റെ പേരെങ്കിലും പഠിച്ചു വയ്ക്കണം. അതുപോലെ 10 വെജിറ്റബിൾസിൻ്റെ പേരെങ്കിലും എല്ലാവരും പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സാലഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ്. റീഡ് ഇറ്റ്. വെജിറ്റബിൾ സാലഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക. വാഷ് ദം, നന്നായി കഴുകുക. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്, തൊലി വേണമെങ്കിൽ ചെത്തുക. ചോപ്പ് ദം ഇൻ ടു പീസസ്, അതിനെ കഷ്ണങ്ങളാക്കി മുറിക്കുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ, അതിനെ ഒരു പാത്രത്തിലേക്ക് ഇടുക. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ, ഒരു പിഞ്ച്, ഒരു നുള്ള് സാൾട്ട്, ഉപ്പും കുരുമുളകും ഇടുക. ദ സാലഡ് ഈസ് റെഡി. എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുക എന്നുള്ളത്? നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സാലഡ്. ഇനി നമുക്കൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. ഹൗ ഡു യു മേക്ക് എ ഫ്രൂട്ട് സാലഡ്? എങ്ങനെയാണ് നമ്മളൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക? വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് അതിൻ്റെ രീതി. അതിൽ വെജിറ്റബിൾസ് എന്നുള്ളിടത്തൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് എന്ന് ചേർത്താൽ മതിയാവും. ടേക്ക് സം ഫ്രൂട്ട്സ്, വാഷ് ദം, പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക. വാഷ് ദം, അതിനെ നന്നായി കഴുകുക. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്, അതിനാവശ്യമാണെങ്കിൽ അതിൻ്റെയൊക്കെ തൊലി ചെത്തുക. ചോപ്പ് ദം ഇൻ ടു പീസസ്, അതിനെ കഷ്ണങ്ങളാക്കി മുറിക്കുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ, അതിനെ ഒരു പാത്രത്തിലിടുക. ആഡ് സം മിൽക്ക്, കുറച്ച് പാല് ചേർക്കുക. ആൻഡ് ഹണി, പിന്നെ കുറച്ച് തേനും. ദ ടേസ്റ്റി ഫ്രൂട്ട് സാലഡ് ഈസ് റെഡി. ഇതൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇതിലും നന്നായിട്ട് എഴുതാം. നമുക്ക് ആക്ടിവിറ്റി നമ്പർ 4 നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ എല്ലാവരും നന്നായി നോക്കുക. ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ്, ഇതിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ തിരിച്ചറിയുക. ആൻഡ് വെജിറ്റബിൾസും ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ. ഈ കടയിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. ഇതിൽ ഏതൊക്കെയാണ് പച്ചക്കറികൾ, ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് എന്നൊക്കെ നോക്കി അതിനെ ഒരു ടേബിളിലേക്ക് നമ്മൾ നേരത്തെ ആക്ടിവിറ്റിയിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് എന്ന് തരംതിരിച്ച് എഴുതുക. നമുക്കൊന്ന് എഴുതി നോക്കാം. ചെറി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. നമുക്ക് നോക്കാം, കുറേ അധികം ഫ്രൂട്ട്സും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട്. ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ കയ്പയ്ക്കാണ് ബിറ്റർ ഗാർഡ് എന്ന് പറയുക. സ്നേക്ക് ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാമ്പിൻ്റെ പോലെയുള്ള പടവലങ്ങയ്ക്കാണ് പറയുക. പംകിൻ എന്താണെന്നറിയാലോ? മത്തങ്ങയുണ്ട്, കുക്കുംബർ കക്കരിക്കയുണ്ട്, ബ്രിഞ്ചാൾ വഴുതനങ്ങ, ക്യാബേജ്, ക്യാരറ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും കുറേ അധികം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത് നോക്കി എഴുതാനുണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 6 നോക്കാം. റീറൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. ഈ അപ്പിയേഴ്സ് എന്നുള്ള വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ. ഒന്ന് വരും എന്നാണ്. ആര് വരും? മെർമെയ്ഡ്, മത്സ്യകന്യക വരും എന്നതാണ്. അടുത്തത് വന്നു എന്നതാണ് അപ്പിയേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് താഴത്തുള്ള സെൻറ്റൻസസ് നോക്കാം. ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലൈൻഡിങ് ലൈറ്റ്സ്. ഈ ബ്രിങ്സ് എന്ന വേർബാണ് നമുക്ക് മാറ്റേണ്ടത്. ബ്രിങ്സ് മാറ്റിയിട്ട് നമുക്ക് ബ്രോട്ട് ആക്കണം. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലൈൻഡിങ് ലൈറ്റ്സ്, കൊണ്ടുവരും. അതിനുശേഷം ബ്രോട്ട് എന്നാകുമ്പോൾ കൊണ്ടുവന്നു എന്നാണ്. ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ഈ കം എന്ന വാക്കാണ് നമുക്ക് മാറ്റേണ്ടത്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ ആരാ? തിമിംഗലം ജിംഗ്ലിംഗ് ബാംഗിൾസുമായി വന്നു. ദ ഡോൾഫിൻ ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് നല്ല മണമുള്ള പൂക്കൾ കൊണ്ടുവന്നു. ജൂലിയ സ്മൈൽസ്. ഈ സ്മൈൽസ് എന്നുള്ളത് മാറ്റി നമുക്ക് സ്മൈൽഡ് എന്നാക്കാം. ജൂലിയ ചിരിച്ചു. ദ പാർട്ടി ബിഗിൻസ്, അത് മാറ്റി നമുക്ക് ബിഗാൻ എന്നാക്കാം. ദ പാർട്ടി ബിഗാൻ, പാർട്ടി തുടങ്ങി. അടുത്തതായി ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കണം. ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. ഇവിടെ നിങ്ങൾക്കൊരു മീനിനെ കാണാം. ഒരു മീൻ എന്നുള്ളതിന് എന്താ പറയുക? എ ഫിഷ്. ഒരു കൂട്ടം ഫിഷ് എന്നുള്ളതിനോ? എ സ്കൂൾ ഓഫ് ഫിഷ്. അതുപോലെ ഒരു പഴം, എ ബനാന.
അതിനെ എ ബഞ്ച് ഓഫ് ബനാനാസ് എന്നാക്കാം. എ ഡോഗ്, ഒരു ഡോഗ്. എ പാക്ക് ഓഫ് ഡോഗ്സ്, ഒരു കൂട്ടം നായ്ക്കുട്ടികൾ. ഇനി ഇവിടെ കുറച്ച് ബോയ്സിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. ഒരു കൂട്ടം ബോയ്സ് എന്നുള്ളതിന് എന്താ പറയുക? അല്ലെങ്കിൽ ഒരു കൂട്ടം, ഇവരൊക്കെ കളിക്കാനാണ്, ഇവരുടെ ജേഴ്സിയും ഫുട്ബോളൊക്കെ കാണാനില്ലേ, അതിനെന്താ പറയുക? എ ടീം ഓഫ് പ്ലേയേഴ്സ്. അടുത്തത് കുറച്ച് ഷീപ്പ്, ചെമ്മരിയാടുകളുടെ ഫോട്ടോ ഇവിടെ കാണാം. ഒരു കൂട്ടം ചെമ്മരിയാടിന് എന്താ പറയുക? എ ഹേർഡ് ഓഫ് ഷീപ്പ്. അത് കഴിഞ്ഞ് ഒരു കൂട്ടം താക്കോലുകൾ, എ ബഞ്ച് ഓഫ് കീസ്. ഈ കൂട്ടത്തിന് പറയുന്ന പേര് എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കോൺവെർസേഷനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവിറ്റി നമ്പർ 8. കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ബൈ ജോയിനിങ് ദ ഡോട്ട്സ്. ദെൻ കളർ ഇറ്റ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. ഇവിടെ ഒരു മെർമെയ്ഡിനെയും കാണാം, ഗോൾഡ് ഫിഷിനെയും കാണാം. ആദ്യം നമുക്ക് ഈ അക്കങ്ങൾ, ഈ നമ്പേഴ്സ് യോജിപ്പിച്ച് ഇതിനൊരു പൂർണ്ണ ചിത്രമാക്കണം. ഇതൊരു ഇൻകംപ്ലീറ്റ് പിക്ചറാണ്. അതിനെ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് കളർ ചെയ്ത് നല്ല അടിപൊളി ഒരു പിക്ചറാക്കണം. അതിനുശേഷം മെർമെയ്ഡും ഈ ഗോൾഡ് ഫിഷും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് എഴുതേണ്ടത്. സംഭാഷണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഒരാൾ നിങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെ സംസാരിക്കും, അതുപോലെയാണ് ഒരു സംഭാഷണം തുടങ്ങേണ്ടത്. ആദ്യം ഒരാളെ കാണുമ്പോൾ നമുക്ക് ഹായ് അല്ലെങ്കിൽ ഹലോ എന്ന് പറഞ്ഞ് തുടങ്ങാം. ആദ്യം ഇവിടെ മെർമെയ്ഡാണ് പറയുന്നത്. മെർമെയ്ഡ് പറയാണ് ഹേയ് ഗോൾഡ് ഫിഷ്. അത് കഴിഞ്ഞ് ഗോൾഡ് ഫിഷ് എന്താ തിരിച്ചു പറയുന്നത്? ഹലോ മെർമെയ്ഡ്. മെർമെയ്ഡ് പറയാണ് അടുത്തത് കം ഇൻ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. ഉള്ളിലേക്ക് വാ, നമുക്ക് ആഘോഷം തുടങ്ങാം. ഗോൾഡ് ഫിഷ് ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇതാ നിങ്ങൾക്കായൊരു സമ്മാനം. മെർമെയ്ഡ് താങ്ക് യു സോ മച്ച്, വളരെയധികം നന്ദി. ഗോൾഡ് ഫിഷ് പറയാണ് യു ആർ വെൽക്കം. ഇതെല്ലാവരും നന്നായിട്ടൊന്ന് നോക്കുക. ഇനി നമുക്കൊരു പോം വായിക്കാം. ഒരു വെള്ളത്തിൻ്റെ പാട്ടാണ് ഇവിടെ പാടാനുള്ളത്. ഇതിൽ നമുക്ക് കുറച്ച് വരികൾ കൂട്ടിച്ചേർക്കാനും കൂടി പറ്റുമോ നോക്കാം. വാട്ടർ, ടേൺ ഓൺ ദ ടാപ്പ്. ടാപ്പ് തുറക്കൂ. ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. ടാപ്പ് തുറന്നാൽ എന്താ ഉണ്ടാവുക? വെള്ളം വീഴാൻ തുടങ്ങും. ഡസ് എനിവൺ നോ വേർ ദ വാട്ടർ ഗോസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എവിടേക്കാണ് ഈ വെള്ളം പോകുന്നതെന്ന്? ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ കംസ്. ഡസ് എനിവൺ നോ വേർ ഈസ് ദ വാട്ടേഴ്സ് ഫ്രം. വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയോ? വാട്ടർ ഈസ് ക്ലീൻ. വെള്ളം നല്ല ശുദ്ധിയുള്ളതാണ്. ആൻഡ് വാട്ടർ ഈസ് കൂൾ. നല്ല തണുപ്പുള്ളതുമാണ്. ലിവിങ് ഇൻ റിവേഴ്സ് ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്. വെള്ളം എവിടെയാണ് ജീവിക്കുന്നത്? റിവേഴ്സ്, നദികളിലൊക്കെയാണ് ജീവിക്കുന്നത്. ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്. എവിടേക്കാണ് വെള്ളം വീഴുന്നത്? മഴയത്തെ വെള്ളം എവിടേക്കാണ്? പൂളിലേക്കാണ് വീഴുന്നത്, കുളത്തിലേക്കാണ് വീഴുന്നത്. യെറ്റ് വാട്ടർ ക്യാൻ ട്രിക്കിൾ ആൻഡ് വെൽസ് ക്യാൻ ഡ്രൈ അപ്പ് ടിൽ ദർ ഇസ് നത്തിങ് ലെഫ്റ്റ് ടു ഫിൽ ദ കപ്പ്. വെള്ളം ചിലപ്പോൾ ഇല്ലാണ്ടേയും ആകും, ഇല്ലേ? മഴയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വരൾച്ചയൊക്കെ അനുഭവപ്പെടാം. ഇത് ആരെഴുതിയ കവിതയാ? കേറ്റ് കൂംസ്. ഈ കവിത എല്ലാവരും നന്നായി നോക്കുക. നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ വരികൾ ഓർമ്മ വരണം. നമുക്ക് ആക്ടിവിറ്റി നമ്പർ 11 വരികൾ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ നോക്കേണ്ടത്. അതിൻ്റെ കൂടെ ഇതിനൊരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൂടി കൊടുക്കണം. നമുക്ക് ഈ പദ്യം ഒന്ന് വായിച്ചു നോക്കാം ആദ്യം. വാട്ടർ ഈസ് ഹിയർ ഇറ്റ് ഈസ് സോ ഫ്രഷ്. വെള്ളം ഇവിടെയുണ്ട്, അത് നല്ല ഫ്രഷാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. അത് മലമുകളിൽ നിന്ന് വന്ന് നമ്മളെല്ലാം സന്തോഷിപ്പിക്കും. വാട്ടർ ഈസ് ക്ലിയർ ഇറ്റ് ഈസ് സോ നൈസ്. വെള്ളം നല്ല ശുദ്ധിയുള്ളതാണ്, അത് വളരെ നല്ലതുമാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. നമുക്കിതിനൊരു ടൈറ്റിൽ കൊടുക്കണം. എന്താ ടൈറ്റിൽ കൊടുക്കുക? നമുക്ക് ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പ്ലെറ്റ്, വാട്ടർ ഡ്രോപ്പ്, വാട്ടർ ഫ്രണ്ട് എന്നൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വരികൾ കൂട്ടിച്ചേർത്താലോ. വാട്ടർ ഈസ് പ്രഷ്യസ്. വാട്ടർ ഈസ് പ്രഷ്യസ്. നമുക്ക് വെള്ളമില്ലാണ്ട് ജീവിക്കാനേ പറ്റില്ല. അപ്പോൾ വെള്ളം വിലമതിക്കാനാവാത്ത ഒന്നാണ്. ഇറ്റ് ഈസ് പ്യുവർ. അത് വളരെ ശുദ്ധിയുള്ള ഒന്നാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. വാട്ടർ ഈസ് കളർലെസ്. വെള്ളത്തിന് നിറമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് അവർ ലൈഫ്. അത് നമ്മളുടെ ജീവിതമാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. വാട്ടർ ഈസ് ക്ലീൻ. വെള്ളം നല്ല ശുദ്ധിയുള്ളതല്ലേ? അതുപോലെ ഇറ്റ് ക്യാൻ ക്ലീൻ. അതിന് നമ്മളെ ശുദ്ധിയാക്കാനും കഴിയും. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കിയേ. അടുത്ത ആക്ടിവിറ്റി നമ്പർ 9. ഇതൊരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ആക്ടിവിറ്റിയാണ്. എന്തിനെക്കുറിച്ചാണ് പോസ്റ്റർ ഉണ്ടാക്കുന്നത്? എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൊല്യൂഷനെ കുറിച്ച് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി നോക്കാം. സേ നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനടുത്ത് നമുക്ക് വിട പറയാം. നമുക്ക് ഈ ഉപയോഗിച്ച ശേഷം പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ വഴിയരികിലും അതുപോലെ പുഴയിലുമൊക്കെ ഇടും. അതൊക്കെ ഈ ജന്തുജാലങ്ങൾക്കും അതുപോലെ മനുഷ്യന്മാർക്കുമൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് നമുക്കതിന് ഉചിതമായ, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കൊടുക്കണം. അതുപോലെ നല്ല റൈറ്റിങ്സും കൊടുക്കണം. റൈറ്റിങ്സ് പക്ഷേ ഷോർട്ടായിരിക്കണം, ചെറുതായിരിക്കണം, ഇതിനോട് ബന്ധമുള്ളതുമായിരിക്കണം. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 12. ഇതൊരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. ഇവിടെ സ്റ്റാർ ഫിഷിൻ്റെ മുകളിൽ നമുക്ക് കാണാം സോ യമ്മി, നല്ല ടേസ്റ്റ് ഉള്ളത്. അതുപോലെ ഈ ബോക്സിൽ കാണാലോ സോ ബ്യൂട്ടിഫുൾ,
നല്ല ഭംഗിയുള്ളത്. ഇതുപോലെ സോ എന്ന് വെച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ, സോ എന്ന് പറഞ്ഞാൽ വളരെ എന്നൊക്കെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ബ്യൂട്ടിഫുൾ, സോ ടേസ്റ്റി, സോ ഫ്രഷ്. നമുക്ക് മുകളിലുള്ള പദ്യത്തിൽ തന്നെ 1-2 വാക്കുകളുണ്ട്. കണ്ടോ, സോ ഫ്രഷ്, സോ നൈസ്. ഇതുപോലുള്ള വാക്കുകൾ കണ്ടുപിടിക്കാനുള്ള ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി നമ്പർ 12. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 13, റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മൾ ടെൻഡർ ടച്ച് എന്ന പാഠഭാഗത്തിലും ഇതുപോലെ റീകാസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് ഈ പിക്ചേഴ്സും അതുപോലെ അതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് നമ്മുടെ സ്വന്തം ഭാഷയിൽ ഒരു സ്റ്റോറി എഴുതേണ്ടത്. ആദ്യത്തെ പിക്ചർ നമുക്ക് നോക്കിയാലോ. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ഹൂ ഈസ് ദിസ്? ദിസ് ഈസ് എ ഗോൾഡ് ഫിഷ്. ഹീ ഈസ് ഗോയിങ് അണ്ടർ ദ ഡീപ് സീ. വാട്ട് ഡിഡ് ഹീ സീ ഇൻ ദ ഡീപ് സീ? ഡീപ് സീ, കടലിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാലസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അവിടെ നല്ലൊരു കൊട്ടാരം കണ്ടു, നല്ല ഭംഗിയുള്ള കൊട്ടാരം. ജെംസും പേൾസും. ജെംസ് എന്ന് പറഞ്ഞാൽ നല്ല വൈരങ്ങളും, പേൾസ് എന്ന് പറഞ്ഞാൽ ഈ വെള്ള മുത്തുകൾക്കാണ് പേൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ല കൊട്ടാരം കണ്ടു. അതിൻ്റെ ഡോറുകളൊക്കെ എങ്ങനെയായിരുന്നു? വൈഡ് ഓപ്പൺ ആയിരുന്നു. അടുത്തത് നോക്കാം. ഇതാരാ? ഇത് മെർമെയ്ഡ് അല്ലേ? ഹൂ അപ്പിയേർഡ് നിയർ ദ വിൻഡോ? ആരാണ് ആ വിൻഡോൻ്റെ അവിടെ പ്രത്യക്ഷപ്പെട്ടത്? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് വാസ് ദ സെലിബ്രേഷൻ ഇൻ ദ പാലസ്? എന്ത് സെലിബ്രേഷൻ ആയിരുന്നു, എന്ത് ആഘോഷമായിരുന്നു ആ പാലസിൽ നടന്നുകൊണ്ടിരുന്നത്? ആ പാലസിൽ നമ്മുടെ പ്രിൻസസ് ജൂലിയയുടെ ബർത്ത്ഡേ അല്ലേ? ഇറ്റ് വാസ് പ്രിൻസസ് ജൂലിയാസ് ബർത്ത്ഡേ. അവിടെ ഒരു മീന് എന്തോ കൊടുക്കുന്നില്ലേ? എന്താ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫോർ പ്രിൻസസ് ജൂലിയ. അത് പ്രിൻസസ് ജൂലിയയ്ക്കുള്ളൊരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ്. ഹൂ മെയ്ഡ് എ വിസ്ലിംഗ് സൗണ്ട്? ആരാണ് ഒരു വിസ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കിയത്? ഒരു വിസിലടിച്ചത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് പാഠത്തിൽ? ഇറ്റ് വാസ് ഡോൾഫിൻ. ഡോൾഫിൻ എങ്ങനെയാണ് വിസിലടിച്ചത്? ഡോൾഫിൻ വിസിൽഡ് എലൗഡ്. നല്ല ഒച്ചയിലാണ് വിസിലടിച്ചത്. എന്തിനാണ് വിസിലടിച്ചതെന്ന് ഓർമ്മല്ലേ? നമുക്ക് അടുത്ത പിക്ചർ നോക്കാം. വാട്ട് വർ ദ ബോട്ട്മാൻ ഡൂയിങ്? ദ ബോട്ട്മാൻ കെയിം ടു ഡംപ് ദ പ്ലാസ്റ്റിക് ഇൻ ദ സീ. ആ ബോട്ടിലുള്ള മനുഷ്യന്മാരെല്ലാവരും അവരുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് കടലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടല്ലേ വന്നത്? അത് കാരണമല്ലേ നമ്മുടെ ഡോൾഫിൻ വിസിലടിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഡിഡ് ദ ഷാർക്ക് ഡു? ഷാർക്ക് എന്താ ചെയ്തത്? ഷാർക്ക് എന്താ ചെയ്തതെന്ന് ഓർമ്മയില്ലേ? ഒരു വലിയ ടേൺ എടുത്തു, സ്വിഷ്ഡ്, ആൻഡ് ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലേ പോയെ? ഈ ബോട്ട്മാനെ ആക്രമിക്കാൻ, അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ അറ്റാക്ക് ചെയ്തത്? ഹിറ്റ് വിത്ത് ദ ടെയിൽ. അവൻ്റെ വാലുപയോഗിച്ച് അടിക്കാൻ തുടങ്ങി. അടുത്ത പിക്ചർ നോക്കാം. ഡിഡ് ദ പ്രിൻസസ് പണിഷ് ദ ബോട്ട്മാൻ? വാട്ട് ഡിഡ് ഷീ ഡു? ആ പ്രിൻസസ് ആ ബോട്ടിലുള്ള ആൾക്കാരെ പണിഷ് ചെയ്തോ? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ കൊടുത്തോ? എന്താണ് പ്രിൻസസ് ചെയ്തത്? ദ പ്രിൻസസ് വാണ്ട് ദം. പ്രിൻസസ് അവർക്ക് നല്ലൊരു വാണിംഗ് കൊടുത്തു. ഇഫ് യു എവർ ഡംപ് ദ വേസ്റ്റ് അഗെയിൻ വി വിൽ ഡെഫിനറ്റ്ലി കിൽ യു. ഞങ്ങൾ ചിലപ്പോൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. ഇനി നിങ്ങളെങ്ങാനും ഇവിടേക്ക് വേസ്റ്റ് ഇടാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല. വാട്ട് ഡിഡ് ഷീ ഡു? അവൾ എന്താ ചെയ്തത്? ഷീ ലെറ്റ് ദം ഗോ. അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഒരു വാണിംഗ് കൊടുത്തിട്ട് അവരോട് പൊയ്ക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. ഇതെല്ലാവരും നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഒന്ന് എഴുതണം. നമുക്കിപ്പോൾ വായിച്ചതൊക്കെ നോക്കി ഒന്ന് എഴുതിയാലോ. നമുക്ക് സിമ്പിളായ വേർഡ്സിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും നന്നായി എഴുതാം. വൺ ഡേ ദ ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വേർ മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ. ഒരു ദിവസം ഗോൾഡ് ഫിഷും അവൻ്റെ കൂട്ടുകാരും സെയിം ഡിറക്ഷൻ, ഒരേ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ഡോർസ് വേർ വൈഡ് ഓപ്പൺ. എന്തിൻ്റെ ഡോറായിരുന്നു വൈഡ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്, തുറന്ന് മലത്തിയിട്ടിരുന്നത്? ആ ബ്യൂട്ടിഫുൾ പാലസിൻ്റെ ഡോർസ്. പാലസ് എങ്ങനെയുള്ളതായിരുന്നു? ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അതൊക്കെ എഴുതണം. ദ മെർമെയ്ഡ് അപ്പിയേർഡ്. പെട്ടെന്ന് ഇതാ അവിടെ നമ്മുടെ മത്സ്യകന്യക വന്നു. ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ. അത് ഇന്ന് ആ മത്സ്യകന്യകയുടെ ബർത്ത്ഡേ ആയിരുന്നു, പിറന്നാളായിരുന്നു. ഷീ കട്ട് ദ കേക്ക്. ആ മത്സ്യകന്യക കേക്ക് മുറിച്ചു. ആൻഡ് ഇൻവൈറ്റഡ് ദം. അവരെല്ലാം ക്ഷണിച്ചു. ദ ഡോൾഫിൻസ് സ്റ്റാർട്ടഡ് വിസിലിംഗ് അലൗഡ്. പെട്ടെന്നിതാ ആ ഡോൾഫിൻ നല്ല ഒച്ചയിൽ വിസിലടിക്കാൻ തുടങ്ങി. ദ മെൻ ഇൻ ദ ബോട്ട് കെയിം എഗെയിൻ ടു ഡംപ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. കടലിലേക്ക് ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ വീണ്ടും ആ മനുഷ്യന്മാരെല്ലാവരും എത്തി. ദ ഷാർക്ക് ആൻഡ് വെയിൽ വെൻ ടുവേർഡ്സ് ദം. ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ നേരെ, അവരുടെ മുന്നിലേക്ക് എത്തിപ്പോയി. ഷാർക്കും വെയിലും ആ മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. ദ വെയിൽ ഹിറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ആ വെയിൽ എന്ത് ചെയ്തു? അവൻ്റെ വാലുകൾ ഉപയോഗിച്ച് ആ മനുഷ്യന്മാരെ അടിക്കാൻ തുടങ്ങി. ദ മെൻ ഇൻ ദ ബോട്ട് ബെഗ്ഡ്. ആ ബോട്ടിലുണ്ടായിരുന്ന മനുഷ്യന്മാരെല്ലാം യാചിക്കാൻ വേണ്ടി തുടങ്ങി. പ്രിൻസസ് ജൂലിയ വാണ്ട് ദം. പ്രിൻസസ് ജൂലിയ അവർക്കൊരു വാണിംഗ് കൊടുത്തു. ആൻഡ് ലെറ്റ് ദം ഗോ. അവരെ എന്നിട്ട് വെറുതെ വിടുകയും ചെയ്തു. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 14, ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് എല്ലാവരും നിങ്ങളൊന്ന് നന്നായി നോക്കിയേ. ഇവിടെ കുറേ പച്ചക്കറികളൊക്കെ കാണാനുണ്ട് അല്ലേ? റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഇത് നോക്കി നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റോറിയാണ് എഴുതേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെജിറ്റബിൾ ഡാൻസ് പാർട്ടി. ഇവിടെ ഒരു ഡാൻസ് പാർട്ടിയാണ് നടക്കുന്നത്. ഇതാരാ? നമ്മുടെ വഴുതനങ്ങയല്ലേ, ബ്രിഞ്ചാൾ.
ബ്രിഞ്ചാൾ ഇവിടെ എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട്. പിക്ചേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് വെച്ചാണ് നിങ്ങൾ സ്റ്റോർ ചെയ്തേണ്ടത്. ഇവിടെ ഒരു ക്യാബേജ് ഉണ്ട്, പംകിൻ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, എലിഫൻറ്റ് യാം ഉണ്ട്. എലിഫൻറ്റ് യാം എന്താ അറിയില്ലേ? നമ്മുടെ ചേനയ്ക്കാണ് എലിഫൻറ്റ് യാം എന്ന് പറയുന്നത്. ഇവിടുത്തെ കുക്കുംബർ, ഇവിടെ മഴ, ഇവിടെ എല്ലാവരും ഓടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് വെച്ച് നിങ്ങളൊരു കുട്ടി കഥ എഴുതണം. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ഇറ്റ് വാസ് വെജിറ്റബിൾസ് ഡാൻസ് പാർട്ടി. ഇത് പച്ചക്കറികളുടെ ഡാൻസ് പാർട്ടി ആയിരുന്നു. ആൾ വേർ വെരി ഹാപ്പി. എല്ലാവരും നല്ല സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ചിൽഡ്രൻ വേർ റണ്ണിങ് ആൻഡ് പ്ലേയിങ് ആൾ അറൗണ്ട്. ചിൽഡ്രൻ കുട്ടികൾ എല്ലായിടത്തു കൂടെയും ഓടിക്കളിക്കുകയായിരുന്നു. മിസ്റ്റർ ബ്രിഞ്ചാൾ അനൗൺസ്ഡ് ദ പ്രോഗ്രാംസ്. ബ്രിഞ്ചാൾ എല്ലാ പ്രോഗ്രാമും അനൗൺസ് ചെയ്തു, വിളിച്ചു പറഞ്ഞു. ദ പ്രോഗ്രാം ബിഗാൻ വിത്ത് എ പ്രെയർ. പ്രോഗ്രാം ഒരു പ്രെയർ ആയി തുടങ്ങി. ബൈ ക്യാബേജ്. ആരാ പ്രെയർ ചൊല്ലിയത്? ക്യാബേജ് ആണ് പ്രെയർ ചൊല്ലിയത്. ദെൻ ഇറ്റ് വാസ് പംകിൻസ് ടേൺ. അത് കഴിഞ്ഞ് ഇത് പംകിൻ്റെ ഊഴമായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ഡാൻസിങ് ബ്യൂട്ടിഫുള്ളി. പംകിൻ നന്നായി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മാസ്റ്റർ ടൊമാറ്റോ പ്ലേഡ് ഗിറ്റാർ ഫോർ ദ ക്യൂട്ട് എലിഫൻറ്റ് യാംസ് ഡാൻസ്. ക്യൂട്ടായിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള എലിഫൻറ്റ് യാമിൻ്റെ ഡാൻസിന് ആരാണ് ഗിറ്റാർ വായിച്ചത്? ടൊമാറ്റോ പ്ലേഡ് ഗിറ്റാർ. ദെൻ കെയിം ദ സ്ലിം കുക്കുംബർ. പിന്നെ ഇതാ വരുന്നു നമ്മുടെ സ്ലിം കുക്കുംബർ. സ്ലിം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത്. വിത്ത് എ ഫോക്ക് ഡാൻസ്. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഹെവിലി. ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. ക്ലൗഡ്സ് ലോഫ്ഡ് എലൗഡ്. ക്ലൗഡ്സ് മേഘങ്ങളെല്ലാം നന്നായി ചിരിക്കാൻ തുടങ്ങി, നല്ല ഒറ്റ ചിരിക്കാൻ തുടങ്ങി. വിത്ത് തണ്ടർ. ഇടിയോടുകൂടിയുള്ള ചിരിയായിരുന്നു ഇത്.